ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീകോഡിംഗ് ഫുട്ബോളിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലബ്ബുകളൊക്കെ പല പ്ലെയേഴ്സിൻ്റെ പുറകെ പോവുകയാണ്. യുവൻറ്റസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവർ റീബിൽഡിംഗ് സ്പേസിലൂടെയാണ് നടന്നു പോകുന്നത്. അവരുടെ പഴയ കോച്ചായിരുന്ന അലഗ്രീനെ പുറത്താക്കി തിയാഗോ മോട്ടേനെ കോച്ചായിട്ടെടുക്കുകയാണ്. ഇവൻ്റെസ് അവർ പ്രൈമറി ടാർഗറ്റ് എടുത്ത പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡെക്ലസ് ലൂയിസ് ആണ്. ഡെക്ലസ് ലൂയിസ് നമുക്കറിയാം ബ്രസീലിയൻ ഇന്റർനാഷണലാണ്. കഴിഞ്ഞ സീസണിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയാണ് കളിച്ചത്. ആസ്റ്റൺ വില്ല കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയ ടീമാണ്. അവിടെ 35 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളും 5 അസിസ്റ്റും നേടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ. അതുകൊണ്ട് തന്നെ ഡെക്ലസ് ലൂയിസിനെ ടീമിൽ എത്തിക്കുന്നത് കൊണ്ട് മിഡ്ഫീൽഡിൽ ഒരു സ്ട്രോങ് ആക്കാം എന്ന് യുവൻ്റസ് കരുതി. ഡെക്ലസ് ലൂയിസും യുവൻ്റസിൻ്റെ മാനേജ്മെൻറ്റുമായി ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഡെക്ലസ് ലൂയിസ് ഒരു കണ്ടീഷൻ മുമ്പോട്ട് വെച്ചു. എന്നെ മാത്രമല്ല സൈൻ ചെയ്യേണ്ടത്, എൻ്റെ ഗേൾ ഫ്രണ്ടായ അലീഷ ലീമാനെയും കൂടെ നിങ്ങൾ സൈൻ ചെയ്യണമെന്നായിരുന്നു അത്. അലീഷ ലീമാൻ ഈ വുമൻസ് ഫുട്ബോളിലെ വൺ ഓഫ് ദി ഫേമസ് പ്ലെയറാണ്. കാരണം നമുക്ക് നോക്കുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 17 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫുട്ബോൾ പ്ലെയറാണ് അലീഷ ലീമാൻ. 6 ഇന്റർനാഷണലാണ്. കഴിഞ്ഞ സീസണിലും ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയാണ് കളിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ ഒരു കൊല്ലമായി ഡേറ്റിംഗിലാണ്. യുവൻ്റസ് ഈ കണ്ടീഷൻ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതോടെ ആസ്റ്റൺ വില്ലയുമായി ചർച്ചകൾ നടത്തി 50 മില്യനും 5 കൊല്ലത്തെ കോൺട്രാക്റ്റിലും ഡെക്ലസ് ലൂയിസിനെ യുവൻ്റസ് സൈൻ ചെയ്തു. അതേപോലെ 3 കൊല്ലത്തെ കോൺട്രാക്റ്റിൽ അലീഷ ലീമാനെ വുമൻസ് ടീമിലും സൈൻ ചെയ്തു. അങ്ങനെ ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ആദ്യത്തെ കപ്പിൾ ട്രാൻസ്ഫർ അവിടെ നടക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.